ഷാഹ് ഖാദിർ ചിശ്തി നേതൃത്വം നൽകുന്ന ത്വരീഖത്തിന്റെ ആളുകൾ. ഇനി അതൊക്കെ വിശദീകരിച്ചു കൊടുത്താൽ അപ്പൊ പറയും നമ്മൾ സുന്നികളാണ്, ഷിയാക്കളല്ല, ഞങ്ങൾ സുന്നത്ത് ജമാഅത്താണ് പ്രചരിപ്പിക്കുന്നത്, അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും നിങ്ങളുടെ ഷെയ്ഖ് സമ്പന്നനല്ലേ, നിങ്ങളുടെ ഷെയ്ഖിന് വാഹനല്ലേ, നിങ്ങളുടെ ഷെയ്ഖിന് കൊട്ടാരല്ലേ, നിങ്ങളുടെ ഷെയ്ഖിന്റെ വീട് വലിയ വീടല്ലേ, നിങ്ങളുടെ ഷെയ്ഖ് ബിസിനസ് നടത്തുന്നയാളല്ലേ. ഇങ്ങനെ ഷെയ്ഖുമാര് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സമ്പന്നരാണോ? എല്ലാ സമ്പത്തും ഒഴിവാക്കി ഫക്കീറായി ദരിദ്രരായി അങ്ങനെ ജീവിക്കേണ്ട ആളുകളല്ലേ ഷെയ്ഖുമാർ? അതല്ലേ പൂർവികരുടെ ചരിത്രം. അതുകൊണ്ട് നിങ്ങളുടെ ത്വരീഖത്ത് ശരിയല്ല, ഷെയ്ഖ് സമ്പന്നനാണ്. അത് പറഞ്ഞു കൊടുത്താൽ പിന്നെ അടുത്തത് പറയും പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളെ പണ്ഡിതന്മാർ എതിർക്കുന്നുണ്ട്. സമസ്ത AP വിഭാഗം നിങ്ങൾ എതിർത്തില്ലേ? 40. സമസ്ത EK വിഭാഗം നിങ്ങൾ എതിർത്തില്ലേ? 80. ഇനി ദക്ഷിണ കേരള ജമിയത്തുൽ എതിർത്തോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പറയും അവരും എതിർത്തില്ലേ? 80ഉം 40ഉം 120. സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾ എതിർത്തില്ലേ? 160. 160ഓളം വരുന്ന പണ്ഡിതന്മാർ എതിർത്ത ആളുകളാണ് നിങ്ങൾ എങ്ങനെ അംഗീകരിക്കുക? അങ്ങനെ നിങ്ങൾ യഥാർത്ഥത്തിന്റെ ആളുകളാണെങ്കിൽ, സത്യത്തിന്റെ ആളുകളാണെങ്കിൽ ഈ പണ്ഡിത സഭകളും പണ്ഡിതന്മാരും ഒക്കെ നിങ്ങളെ എതിർക്കും. അവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളല്ലേ. ഇനി അതിവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിന്നെ പറയും നിങ്ങൾ പണ്ഡിതന്മാരെ വിമർശിക്കുന്നു, നിങ്ങൾ വല്ലാതെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്ന ആളുകളാണ്, ആലിമീങ്ങളെ ചീത്ത പറയുന്ന. ആദ്യം പറഞ്ഞത് പണ്ഡിതന്മാർ നമ്മെ എതിർക്കുന്നു, പിന്നെ പറയും നാം പണ്ഡിതന്മാരെ എതിർക്കുന്നു, നാം പണ്ഡിതന്മാരെ ചീത്ത പറയുന്നു. എന്തിനാണ് നിങ്ങൾ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നത്? ഇങ്ങനെ ഈ രീതിയിലുള്ള പ്രചരണങ്ങളും വിമർശനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ത്വരീഖത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ത്വരീഖത്ത് വിശദീകരണം നടത്താനുണ്ടായ പശ്ചാത്തലം. ആളുകൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക, ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക, പരസ്യമായി ജനങ്ങളോട് വിഷയങ്ങൾ പറയുക. അതുകൊണ്ട് ആദ്യമേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്നെ ശ്രദ്ധിക്കുന്ന ആളുകളോട്, എന്നെ കേൾക്കുന്ന ആളുകളോട്, അവർ ഏത് സംഘടനയുടെ ആളുകളാവട്ടെ, ഏത് പ്രസ്ഥാനത്തിന്റെ ആളുകളാവട്ടെ, ഏത് പ്രസ്ഥാനം ഉള്ള ആളുകളാവട്ടെ ഇല്ലാത്ത ആളുകളാവട്ടെ, എല്ലാവരോടുമായി പറയുന്നു, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തോട് പരസ്യമായി സ്റ്റേജ് കെട്ടി ഞങ്ങൾ ഇതാ വിശദീകരിക്കുന്നു. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉള്ളവരെ ഇല്ലാത്തവരെ, പണ്ഡിതന്മാരെ സാധാരണക്കാരെ, പോലീസുകാരെ, ഡ്രൈവർമാരെ, തൊഴിലാളികളെ, കള്ളുകുടിയന്മാരെ, വ്യഭിചാരികളെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, സകല ആളുകളെയും വിളിച്ചിട്ട് പറയുന്നു, എന്നെ ബൈഅത്ത് ചെയ്യുക, എന്നെ മുറുകെ പിടിക്കുക, ഞാൻ വിളിക്കുന്ന പരിശുദ്ധമായ തൗഹീദിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. അങ്ങനെ കടന്നു വന്നാൽ നിങ്ങൾക്ക് ഈമാനിലായി മരിക്കാൻ കഴിയും, തൗഹീദിലായി മരിക്കാൻ കഴിയും. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിച്ച് നിങ്ങൾക്ക് മരിക്കാൻ കഴിയും. മരണപ്പെട്ടു പോയ എന്റെ മുരീദന്മാരുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും, യാതൊരു സംശയവുമില്ല എന്ന് ധൈര്യസമേതം ഈ സമൂഹത്തോട് വന്ന് പറയുമ്പോൾ ഇതാ ആ ഷെയ്ഖിനെ പിൻപറ്റിയ പണ്ഡിതന്മാരിതാ നിൽക്കുന്നു. അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ ഇതാ നിൽക്കുന്നു. തൊഴിലാളികള്, മുതലാളിമാര്, ആണുങ്ങള്, പെണ്ണുങ്ങള്, ധാരാളം ആളുകൾ ആ ഷെയ്ഖിനെ പിൻപറ്റി ജീവിക്കുന്നു. അവരൊക്കെ ആത്മീയതയുടെ ഔന്നത്യം പ്രാപിക്കാൻ കഴിയുന്ന ഈ പരിശുദ്ധമായ മാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കി തൗഹീദിലായി ജീവിക്കുന്നു. 24 മണിക്കൂറും വിക്റിലായി ജീവിക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധമായ മാർഗം അവർ അനുഭവിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സകല ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ വഴികാട്ടിയെ നിങ്ങൾ ബൈഅത്ത് ചെയ്യുക, അംഗീകരിക്കുക, അവിടുത്തെ മുരീദാവുക. നിങ്ങൾക്ക് മരിക്കുമ്പോൾ പുഞ്ചിരിച്ച് സന്തോഷത്തോടെ ഈമാനിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉച്ചരിച്ച് മരിക്കാൻ കഴിയും. യാതൊരു സംശയവും ആ വിഷയത്തിൽ ഇല്ലേ ഇല്ല. ധൈര്യമായിട്ടാണ് ഞാൻ പറയുന്നത്, ധൈര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുന്നു ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തിയിലേക്ക്. ഈ സന്ദേശം കൈമാറുമ്പോ സ്വാഭാവികമായി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സകല ആളുകളോടും, AP വിഭാഗമാണെങ്കിൽ അവര്, EK വിഭാഗമാണെങ്കിൽ അവര്. ഞാൻ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി പറയുകയല്ല, ഞാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പറയുകയല്ല.
ഒരു വാദകോലാഹലത്തിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചുവിടാൻ വേണ്ടി പറയുകയല്ല, സത്യം അംഗീകരിക്കാൻ വേണ്ടി, യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ വേണ്ടി എന്റെ ഷെയ്ഖിന്, ഞങ്ങളുടെ ഷെയ്ഖിന്, ഇവിടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഈ മുരീദന്മാരുടെ ഈ ഷെയ്ഖിന്, ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി എന്ന് പറയുന്ന ഈ മഹാവ്യക്തിത്വത്തിന് അദ്ദേഹം മുറബ്ബിയായ ഷെയ്ഖാണ്. അദ്ദേഹത്തെ നിങ്ങൾ തർബിയത്ത് ചെയ്യാൻ കഴിയും. അതിന് പറ്റാത്ത, അതിന് കൊള്ളാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി വന്ന് ഈ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഈ ഷെയ്ഖിന് ഇന്ന കുഴപ്പമുണ്ട്, അദ്ദേഹം മുറബ്ബിയായ ഷെയ്ഖാകാൻ പറ്റില്ല ഇന്ന കാരണത്താൽ. സൗഹാർദ്ദപരമായി ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ വന്ന ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്. ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി എന്ന് പറയുന്ന ഈ ആളെ, ഈ വ്യക്തി അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം മുറബ്ബിയായ ഷെയ്ഖ് അല്ല. അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും വിശദീകരിക്കാം. AP വിഭാഗത്തിന് വിശദീകരിക്കാം, EK വിഭാഗത്തിന് വിശദീകരിക്കാം. ഇനി മുജാഹിദുകൾക്കാണോ അവർക്ക് വിശദീകരിക്കാം, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കാണോ അവർക്ക് വിശദീകരിക്കാം, തബ്ലീഗുകാർക്കാണോ അവർക്ക് വിശദീകരിക്കാം, സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് വിശദീകരിക്കാം. ഇനി ചേർന്ന് നിൽക്കാത്ത ഏതെങ്കിലും ഹസ്രത്തുമാരുണ്ടെങ്കിൽ അവർക്കും വന്ന് വിശദീകരിക്കാം, വന്ന് പറയട്ടെ. അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് മുജാഹിദയുടെ, മുകാശഫയുടെ അങ്ങോട്ടിങ്ങനെ പോയി ഇങ്ങനെ ഒരു വല്ലാത്ത സാധനമാണ്, അങ്ങനെയൊന്നല്ല പറയേണ്ടത്. സാധാരണക്കാർക്ക് സ്വീകരിക്കാൻ പറ്റില്ലേ? പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന് വിശദീകരിക്ക്. എന്റെ ഷെയ്ഖ്, കാലഘട്ടത്തിന്റെ വഴികാട്ടി ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തിയെ അംഗീകരിക്കാൻ പറ്റില്ലേ? ഈ പാവപ്പെട്ട ജനങ്ങളോട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന് വിശദീകരിച്ചു കൊടുക്കുക. ഇന്ന കുഴപ്പമുണ്ട്, അതാ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് പറയുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ പരസ്യമായി തുറന്ന് ആർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ വിശദീകരിക്കുകയാണ്. നിങ്ങൾക്കും വിശദീകരിക്കാം. നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത്, ആർക്കും വിശദീകരിക്കാം. തെറ്റാണെങ്കിൽ ഈ സമൂഹത്തോട് നിങ്ങൾ തുറന്നു പറയുക. നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ത്വരീഖത്ത്. ഈ ത്വരീഖത്ത് വിസ്തരിച്ച് ഞാൻ പ്രതിപാദിക്കുകയല്ല, വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ ത്വരീഖത്ത് എന്ന് പറയുന്ന കാര്യം ഇസ്ലാം അംഗീകരിച്ചതാണോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അംഗീകരിക്കൂ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ദീർഘമായി കാര്യം വിശദീകരിക്കേണ്ടി വരില്ല. എന്നാലും നമുക്കിടയിൽ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും തബ്ലീഗുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ചുരുക്കി ഞാൻ വിശദീകരിക്കുകയാണ്. ത്വരീഖത്ത് ഇസ്ലാം അംഗീകരിച്ചത് തന്നെയാണ്. എന്താ കാരണം? മാനവ സമൂഹത്തെ പ്രപഞ്ചനാഥനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഈ പരിപാടി വീഡിയോ ക്യാമറയിൽ ഔദ്യോഗികമായി നമ്മുടെ സഹോദരന്മാർ ഇവിടെ പകർത്തുന്നുണ്ട്, അനൗദ്യോഗികമായ രീതിയിൽ പല ആളുകളും പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രസംഗം നിങ്ങളുടെ ഉസ്താദുമാർക്ക് ശരിക്ക് കേൾപ്പിച്ചു കൊടുക്കുക, യാതൊരു തടസ്സമില്ല. നിങ്ങൾ കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ചു വെക്കരുത്. നിങ്ങളുടെ ഉസ്താദുമാർക്ക്, നിങ്ങളുടെ നേതാക്കൾക്ക്, അവർക്ക് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞില്ല, ഇന്ന് തുടക്കത്തിലെ ഞാൻ പറയുകയാണ്, നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരു പരിപാടി ഉണ്ട്. ഇങ്ങനെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ അത് വീഡിയോ ക്യാമറയിൽ പകർത്തി പിന്നെ പരിപാടി വെക്കുമ്പോൾ LCD ഇട്ട് അതിന്റെ ഏതെങ്കിലും ചില പ്രത്യേക ഭാഗങ്ങൾ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുത്ത്, ഇതാണ് അതിന്റെ തലയും വാലും ഒക്കെ വെട്ടി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും, നേർക്ക് നേരെ സംസാരിക്കാം. അതിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം വെച്ചിട്ട് ഇതാ ഫദ്ലുല്ലാഹ് ഫൈസി പറഞ്ഞത് ഇന്നതെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. ഞാൻ പറഞ്ഞ ഞാൻ മാത്രം ചെയ്യുക എന്നല്ല, ഏത് സംഘടനക്കാർ ചെയ്താലും അനീതിയാണ്. കമ്പ്യൂട്ടറിന്റെ അതൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഭാഗം ഈ ഭാഗമൊക്കെ വെട്ടിട്ട് അത് ചെയ്യരുത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ
തുടക്കം മുതൽ ഒരു 3-4 ദിവസത്തെ പരിപാടി വെച്ചോ. എന്നിട്ട് ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ സലാം പറഞ്ഞത് മുതൽക്കുള്ള എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വെച്ച് എന്റെ കുഴപ്പമോ അദ്ദേഹം പറഞ്ഞത് ഇന്നതാണ്, അതിന്റെ മറുപടി ഇന്നതാണ്, സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഒഴിവുണ്ടെങ്കിൽ ഞാനും കേൾക്കാൻ വരും. ഇവിടെയല്ലേ ജീലാനി സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തകരെ അറിയിച്ചാൽ മതി, നമുക്കൊന്ന് കേൾക്കല്ലോ, യാതൊരു പ്രശ്നമില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം, ഇതിപ്പോ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാർ AP വിഭാഗം ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ സുഖാണ്, ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, കിതാബ് വേണ്ട, LCD കണ്ടോളി, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കണ്ടോളൂ. അതല്ല, നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഹദീസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ മതഗ്രന്ഥങ്ങളുണ്ട്, അത് വെച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അല്ലാഹു നന്മ ചെയ്തിരിക്കുന്നു, അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു. എന്താ അല്ലാഹു ചെയ്ത അനുഗ്രഹം? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് അല്ലാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു, ഒരു റസൂലിനെ നിയോഗിച്ചു. അവരുടെ ഭാഷ അറിയുന്ന, അവരുടെ സംസ്കാരം അറിയുന്ന, അവരുടെ ജീവിതം അറിയുന്ന അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ അല്ലാഹു നിയോഗിച്ചു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി, എന്താണ് ആ പ്രവാചകൻ നിർവഹിക്കുന്ന ദൗത്യം? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്നു, അള്ളാഹുവിന്റെ ആയത്തുകൾ പറഞ്ഞു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, അവർക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഈ പ്രവാചകന്റെ നിയോഗത്തിന്റെ മുമ്പ് അവർ വ്യക്തമായ തിന്മയിലായിരുന്നു, വ്യക്തമായ ദുർമാർഗത്തിലായിരുന്നു. എന്നിട്ടോ അവരിലേക്കൊരു പ്രവാചകൻ കടന്നു വന്നു, ഒരു ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നു, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. ആ നബി തങ്ങൾ നിർവഹിച്ച ദൗത്യം എന്താണ്? ആദർശ പ്രഭാഷണം നടത്തുകയാണോ ചെയ്തത്? ഏകനായ അള്ളാഹുവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ ചെയ്തത്? നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കളവ് പറയരുത്, നിങ്ങൾ മോഷ്ടിക്കരുത്, നിങ്ങൾ ഗീബത്ത് പറയരുത്, നിങ്ങൾ അന്യന്റെ മുതൽ അപഹരിക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമാണോ ചെയ്തത്? മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് അവരെ ക്ഷണിക്കുക മാത്രമാണോ ചെയ്തത്? അല്ല, യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുത്തതോടൊപ്പം തന്നെ വയുസക്കീഹിം, പരിശുദ്ധമായ ഖുർആനിൽ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത്, ലോകത്തിന്റെ നായകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ച ദൗത്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ്. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുണ്ടായി, അവരെ തസ്കിയത്ത് നടത്തുകയുണ്ടായി, അവരെ പരിശുദ്ധരിൽ പരിശുദ്ധരാക്കി മാറ്റുകയുണ്ടായി. എന്നിട്ട് ആ നബി തങ്ങള് ഈ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ ദുർമാർഗത്തിൽ ജീവിച്ചിരുന്ന 1.25 ലക്ഷത്തോളം വരുന്ന ആളുകളെ സംസ്കരിച്ചെടുത്ത് അവരെ ലോകത്തിന്റെ മാതൃകാ പുരുഷന്മാരാക്കി മാറ്റി. അസ്ഹാബീ കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സംസ്കരിച്ചെടുത്തു, അവരെ പരിവർത്തിപ്പിച്ചെടുത്തു, അവരെ ശുദ്ധീകരിച്ച് മാറ്റിയെടുത്തു. ഇത് പറയുമ്പോൾ ഒരു സംശയമുണ്ടാകും. നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ തസ്കിയത്ത് ക്ലാസ് എന്ന് പറയും, തസ്കിയത്ത് പ്രഭാഷണം എന്ന് പറയാറുണ്ട്, തസ്കിയത്ത് ക്യാമ്പാണ് നടക്കുന്നത് എന്ന് പറയാറുണ്ട്. എന്താ അവയിൽ നടക്കാറുള്ളത്? കുറെ പ്രസംഗിക്കും, കുറെ ലേഖനങ്ങൾ വിതരണം ചെയ്യും, അല്ലെങ്കിൽ കുറെ വഅള് പറയും. ഇങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്കിയത്ത് നടത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പ്രസംഗിച്ചിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തസ്കിയത്ത് ഈ രീതിയിൽ മാത്രമാണോ നടന്നത്? അല്ല, മറിച്ച് എന്താ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും പരിചയപ്പെടുത്തുന്നത് മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും. മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച ആളുകളും സഹാബത്ത് അവരങ്ങനെ പരിചയപ്പെടുത്തിയത്. നിസ്കരിക്കുന്നവർ എന്നല്ല, എന്നാ നിസ്കരിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നോമ്പ് നോറ്റവർ എന്നല്ല, മറിച്ച് അസ്ഹാബി വല്ലദീന മഅഹു, അസ്ഹാബി അവരെന്റെ സഹാബത്ത്, എന്റെ കൂടെ സഹവസിച്ച ആളുകൾ, എന്റെ കൂടെ ജീവിച്ച ആളുകൾ, എന്റെ സുഹ്ബത്ത് നേടിയെടുത്ത ആളുകൾ,
അവർ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചു. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരമപ്രധാനമായി പരിശുദ്ധരായ സഹാബികൾക്ക് കൈമാറിയത്, നബി തങ്ങൾ വന്ന് 10-12 വർഷങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നിസ്കാരം നിർബന്ധമാക്കുന്നത്, വർഷങ്ങൾക്ക് ശേഷമാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്, വർഷങ്ങൾക്ക് ശേഷമാണ് ഹജ്ജ് നിർബന്ധമാക്കുന്നത്.